ഹലോ, കുറേ നാളായി ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ആയിട്ട് ഞാൻ വന്നൊരു വീഡിയോ ഒന്നല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഫാം ഡി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫുള്ള്. ഓക്കെ, ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ട് എനിക്കറിയാം കറക്റ്റ് എൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്നും എന്താണ് ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്നും നിലവിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമുക്ക് സ്കോപ്പ്, പുറത്തേക്ക് പോകാൻ നോക്കുന്നവർക്കാണെങ്കിൽ അതിനെന്താ സ്കോപ്പ് എന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കറക്റ്റ് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ അത് വിചാരിച്ചിരിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ബോറടിക്കും. ഇത് ലൈക്ക് ഫാം ഡി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ഇൻട്രൊഡക്ഷനൊന്നും വെളിപ്പാക്കുന്നില്ല. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫാം ഡീനെ പറ്റി പറഞ്ഞു തുടങ്ങാം. യെസ്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. ഇത് എന്തുകൊണ്ട് എഴുതി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ഒന്നും വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫാം ഡി? ഫാം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡി ഫാം. അങ്ങനെ വലിയൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയിലുണ്ട്. ഇത് ഡി ഫാം അല്ല. ഫാം ഡി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഫാം ഡിയുടെ ഇത് ശരിക്കും ഒരു ഫാർമസിയിൽ തന്നെ വരുന്ന ഒരു പ്രൊഫഷണൽ ഡോക്ടറൽ പ്രോഗ്രാമാണിത്. ഓക്കെ, ഫാർമസിയുടെ തന്നെ ഏറ്റവും ഹയർ ആയിട്ടുള്ള ഡോക്ടറൽ പ്രോഗ്രാമാണ്. 6 വർഷത്തെ കോഴ്സാണ്. ഓക്കെ, ഫാം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമാണ്. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാം. നീറ്റൊന്നും ക്വാളിഫൈഡ് ആവണമെന്നൊന്നുമില്ല. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 6 വർഷത്തെ കോഴ്സാണ്. അതിനകത്ത് യു ജി ആൻഡ് പി ജി ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇതൊരു യു ജി കോഴ്സ് ഒന്നല്ല, ഡയറക്റ്റ് ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് തന്നെയാണ്. ഓക്കെ, കമ്പൈൻഡ് ആണ്. അപ്പോൾ 5 വർഷം നിങ്ങൾക്ക് വരുന്നത് അക്കാഡമിക് സ്റ്റഡീസ് ആണ്. അതിൽ 6ാമത്തെ വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ്, അങ്ങനെയാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി 6ാമത്തെ വർഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നല്ല. സെക്കൻഡ് ഇയർ മുതൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റൽസിൽ പോവും. ഐ മീൻ ആ കോളേജിൻ്റെ ടൈപ്പിൽ വരുന്ന ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്. പക്ഷേ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹോസ്പിറ്റൽ പ്രാക്ടീസും അതിൻ്റെ കൂടെ തന്നെ അക്കാഡമിക്സും ഉണ്ടാവും. ബട്ട് 6th ഇയർ ആകുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇൻറ്റേൺഷിപ്പാണ്. ലൈക്ക് ഇപ്പോൾ MBBS സ്റ്റുഡൻസ് ഹൗസ് സർജൻസി ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഇൻറ്റേൺഷിപ്പിന് മാത്രം, ഹോസ്പിറ്റൽ ഡ്യൂട്ടി മാത്രമായിരിക്കും 6th ഇയറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഈ ഫാം ഡിയുടെ തന്നെ ഫാം ഡി PB എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതായത് ഫാം ഡി പോസ്റ്റ് ബാക്കലോറേറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫാം കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്. അതായത് ബി ഫാം നിങ്ങൾ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫാം ഡിയുടെ 4ാമത്തെ വർഷത്തിലോട്ട് കിടക്കാം. ഓക്കെ, ലാറ്ററൽ എൻട്രി എന്ന് പറയും. ബി ഫാം കഴിഞ്ഞവർക്ക് ഫാം ഡിയുടെ 4th ഇയറിലോട്ട് ഡയറക്റ്റ് കിടക്കാം. ഫസ്റ്റ് ഇയർ മുതൽ അഗെയിൻ നിങ്ങൾ ഫാം ഡി ചെയ്യണം എന്നൊന്നുമില്ല. ഫാം ഡി എടുക്കണം എന്ന് ആഗ്രഹമുള്ള ബി ഫാം ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് 4th ഇയറിലോട്ട് കിടക്കാം. അതാണ് ഫാം ഡി PB എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലർ ഫാം ഡി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് യു ആർ ഗോണ ഡു യുവർ എൻറ്റയർ കോഴ്സ് ഓഫ് ഫാം ഡി. ഓക്കെ, ഇനി എത്ര സീറ്റാണ്? ഇത് ഗവൺമെൻറ് കോളേജസിലൊന്നും ഇല്ല. ഓക്കെ, ഫാം ഡി കറൻ്റ്ലി ഇഫ് ഐ എം നോട്ട് റോങ് പ്രൈവറ്റ് കോളേജസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ്. പെർ ഇയർ അറൗണ്ട് 2 lakhs ആണ് കോഴ്സ് ഫീ വരുന്നത്. ഓക്കെ, അതായത് ഏകദേശം ഇപ്പോൾ 1,95,000 സംതിങ്, അങ്ങനെയൊക്കെ ഒരു ഏകദേശം ഒരു 2 lakhs ആണ് 1 ഇയർ കോഴ്സ് ഫീ വരുന്നത്. സെം അല്ല, ഇയർലി ആണ് എക്സാംസ് വരിക. ഓക്കെ, ഇയർലി കോഴ്സാണ്. അപ്പോൾ ഇയർ വൈസ് ആണ് നിങ്ങൾ ഫീസ് അടയ്ക്കുക. ഒരു വർഷത്തേക്ക് 2 ലക്ഷം ഇങ്ങനെയാണ് വരിക. അങ്ങനെ മൊത്തം 6 വർഷമാണ് വരിക. അപ്പോൾ അറൗണ്ട് ഒരു 12 lakhs കണക്കാക്കുക. ഓക്കെ, പിന്നെ ഓരോ കോളേജിലും അലോട്ടഡ് സീറ്റ് എന്ന് പറയുന്നത് 30 മാത്രമേ ഉള്ളൂ. ഓക്കെ, 30 സീറ്റാണ് ഒരു കോളേജിൽ ഫാം ഡിക്ക് അലോട്ടഡ് ആയിട്ടുള്ളത്. ഇനി ഫാം ഡി PB ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ഫാം സ്റ്റുഡൻസ് ആണെങ്കിൽ 10 സീറ്റ്സ് ആയിരിക്കും ഫാം ഡി PBക്ക് ഒരു കോളേജിൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഫാം ഡിക്ക് 30 സീറ്റും ഫാം ഡി PBക്ക് ആണെങ്കിൽ 10 സീറ്റും. ഓക്കെ, അതാണ് സീറ്റ്സിൻ്റെ കണക്ക്. ഓക്കെ, യെസ്. പിന്നെ ഇപ്പോൾ ഫാം ഡിയും ബി ഫാമും തമ്മിലുള്ള ഡിഫറൻസ്, ഡി ഫാം, ബി ഫാം, ഫാം ഡി, ഇത് മൂന്നും എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. അതൊരു 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ബി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4 വർഷത്തെ UG കോഴ്സാണ്. ഓക്കെ, ഒരു പ്രൈമറി ഡിഗ്രി കോഴ്സാണ് ഏത് ബി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഫാം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UG PG ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്, അതൊരു ഡോക്ടറൽ പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ BPharm ഒരു UG കോഴ്സും ഫാം ഡി ഒരു PG കോഴ്സുമാണ്. അതാണ് ഒരു മേജർ ഡിഫറൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ BPharm 4 വർഷമായിരിക്കും, ഫാം ഡി 6 വർഷമാണ് ഉണ്ടാവുക. ആൻഡ് യെസ്, സിലബസിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലും കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. BPharmനകത്ത് കൂടുതൽ നമ്മൾ ഫാർമസി ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടായിരിക്കും സ്റ്റഡീസ് പോകുന്നത്. പക്ഷേ ഫാം ഡി അങ്ങനെയല്ല, കുറച്ചുകൂടി പേഷ്യൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും സ്റ്റഡീസ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ പ്രാക്ടീസ് ഉണ്ടാവും, സിമിലർ ടു ലൈക്ക് നഴ്സിംഗ് സ്റ്റുഡൻസും MBBS സ്റ്റുഡൻസിനൊക്കെ പോലെ തന്നെ ഹോസ്പിറ്റൽസിൽ പേഷ്യൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് നിങ്ങൾക്ക് ഫാർമസി ഇൻഡസ്ട്രീനെ പറ്റി മാത്രമല്ല പഠിക്കാനുള്ളത് ഫാം ഡിക്കകത്ത്. ഓക്കെ, യെസ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BPharm കഴിഞ്ഞവർക്ക് ശരിക്കും ഡയറക്റ്റ് PhDക്ക് പോകാൻ പറ്റില്ല. BPharm കഴിഞ്ഞവർ എന്തെങ്കിലും ഒരു ഹയർ കോഴ്സ് ചെയ്യണം, ലൈക്ക് MPharm ഓർ എനിത്തിങ് എൽസ്. അത് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് PhDക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ. ബട്ട് ഫാം ഡി കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് PhD എടുക്കാം. ഓക്കെ, ബിക്കോസ് ആസ് ഐ സെഡ് ഇതൊരു PG കോഴ്സാണല്ലോ. അപ്പോൾ ഫാം ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് PhD ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഫാം ഡി കഴിഞ്ഞാൽ ഡോക്ടറാണോ അല്ലയോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഫാം ഡി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ് നിങ്ങളുടെ നെയിമിൻ്റെ കൂടെ വെക്കാം. അത് കംപ്ലീറ്റ്ലി ലീഗലാണ്. അല്ലാണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുള്ളതിൻ്റെ പേരിൽ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഫാം ഡി കഴിഞ്ഞാൽ ഡോക്ടർ അല്ലല്ലോ, അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞാൽ ഡോക്ടർ എന്നാണോ അർത്ഥം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ബട്ട് യെസ്, ഡോക്ടർ എന്നുള്ളത് നിങ്ങളുടെ പ്രിഫിക്സ് തന്നെയാണ് ഫാം ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓഫ് കോഴ്സ് കുറേ പേരെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണത്. ലൈക്ക് MBBS ചെയ്യണം എന്ന ആഗ്രഹം ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും, എൻട്രൻസ് എഴുതണമെന്ന ആഗ്രഹം ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. ബട്ട് മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കോഴ്സ് തന്നെയാണ് ഫാം ഡി. ഓക്കെ, പക്ഷേ ഈ മേജർ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് അറിയോ MBBSും ഫാം ഡിയും തമ്മിൽ? MBBSനകത്ത് നമുക്ക് ഓരോ ഡിസീസസും എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ് ആൻഡ് അവരുടെ ട്രീറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ MBBSൽ പഠിക്കുക. ഫാം ഡിക്കകത്ത് നിങ്ങൾ ഡയഗ്നോസിസ് പഠിക്കുന്നില്ല. ഓക്കെ, ഒരു അസുഖം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എക്സ്റേ കണ്ടാൽ അതെങ്ങനെ മനസ്സിലാക്കുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഫാം ഡിയിൽ പഠിക്കുന്നില്ല. പകരം നമ്മൾ പഠിക്കുന്നത് ഫുള്ള് ഒരു അസുഖം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസുഖത്തിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് അസുഖം എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ്, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ഡിഫറൻസ്. MBBS സ്റ്റുഡൻസിൻ്റെ അത്രയും ഡെപ്തിൽ നമ്മൾ ഡിസീസസ് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എക്സ്റേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. പകരം നമ്മൾ കംപ്ലീറ്റ്ലി മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണ്, ആ മെഡിസിൻസ് മറ്റ് മെഡിസിൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫാം ഡിക്കകത്ത് പഠിക്കുന്നത്. ഈ തെറാപ്പിയാണ് നിങ്ങളുടെ മെയിൻ റീജിയൻ, തെറാപ്പി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതാണ് മെയിൻ റീജിയൻ വരുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഷ്യൻസ്, പ്രൊവൈഡഡ് യു നോ ദ ഡിസീസ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ ട്രീറ്റ് ഡിസീസസ്. ഓക്കെ, പിന്നെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, 2 ലക്ഷത്തിനടുത്താണ് ഒരു വർഷം വരുന്നത്. 2 ലക്ഷം തന്നെ കണക്കാക്കാം ഒരു വർഷം വരുന്നത്. കേരളത്തിലധികം കോളേജസിലൊന്നും ഫാം ഡി ഇല്ല. ഉള്ള കോളേജസിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 30 സീറ്റ് വീതം ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ കോളേജസ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് പ്രിഫിക്സ് വെക്കാം. യെസ്, MBBSനകത്തും ഇതിനകത്തും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫാം ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ആർ യു, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഫസ്റ്റ് ആൻഡ് മേജർ ഒരു നമ്മുടെ ഫാം ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഒരു ജോബാണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ഓക്കെ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ചിലർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, ഒരു ഫാർമസിസ്റ്റ് ആണോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം. ബട്ട് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് എന്നോ അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസിസ്റ്റ് എന്നോ അല്ല. ക്ലിനിക്കൽ റീറ്റെയിൽ ഓർ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കാം. ബട്ട് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും കൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കാണത്. ഓക്കെ, ഒരു ഫാർമസിയിലായിരിക്കില്ല നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, അവരുടെ വാർഡിലോ അല്ലെങ്കിൽ റൂം സൈഡിലുള്ള പേഷ്യൻസോ എന്തോ ആയിക്കോട്ടെ, ആ പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കെയർ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നു, മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു, ആ മെഡിസിൻസ് ആ പേഷ്യൻറ്റിന് ആപ്റ്റ് ആണോ എന്ന് നോക്കും. ലൈക്ക് ഡോസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, പേഷ്യൻറ്റിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പേഷ്യൻറ്റിന് കൂടെ
പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡോസൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു മെഡിസിനും മറ്റൊരു മെഡിസിനും തമ്മിൽ എന്തെങ്കിലും ഇൻറ്ററാക്ഷൻസ് ഉണ്ടോ, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്തിട്ടുണ്ടോ ആ പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻ ചാർട്ടിൽ, ഇതൊക്കെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതുപോലെ ആ പേഷ്യൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ്, ആ മെഡിസിൻസിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാണിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് ശരിക്കും നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത്, ആസ് എ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ഓക്കെ, രാവിലെ തന്നെ നിങ്ങളിപ്പോൾ വാർഡിലാണ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ വാർഡിൽ ചെല്ലുന്നു, ആ പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻസ് റിവ്യൂ ചെയ്യും, മെഡിക്കേഷൻസ് കറക്റ്റ് ടൈമിൽ അഡ്മിനിസ്ട്രേഷൻ പോയിട്ടുണ്ടോ എന്ന് നോക്കും, മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ആ മെഡിസിൻസ് കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിന് റിലീഫാണോ ഉണ്ടായിട്ടുള്ളത്, അതോ അവരുടെ സിംറ്റംസിലെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലേ, ഇനി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തതിൽ എന്തെങ്കിലും എറേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിസ്ക്രൈബറുമായിട്ട്, അതായത് ഡോക്ടറായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിൽ ചേഞ്ചസ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഇൻ്റർവെൻഷൻ, നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡോക്ടേഴ്സിന് അഡ്വൈസ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇന്ന പേഷ്യൻറ്റിന് ഈ ഡ്രഗ് പോകാൻ പാടില്ലാത്തതാണ്, ബിക്കോസ് ഇന്ന പേഷ്യൻറ്റിന് ഇന്ന റീസൺസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ give the advice to that doctor. ഓക്കെ, ഇന്ന പേഷ്യൻറ്റിന് ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് വേറൊരു ഡ്രഗ് കൊടുത്താലോ എന്നൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ കീപ്പ് എ ഡിസ്കഷൻ വിത്ത് ഡോക്ടേഴ്സ്. അതായത് ഡോക്ടേഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പേഷ്യൻറ്റ് കെയർ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രോഗം എന്താണെന്ന് ഡോക്ടർ കണ്ടുപിടിക്കും, ഡോക്ടർ ഏതെങ്കിലും ഒരു വാർഡിലേക്കോ റൂമിലോട്ടോ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കും, ഇന്ന മെഡിസിൻസ് ഇന്ന ഡോസിൽ കൊടുക്കാൻ ഡോക്ടർ പറയും. അതിനുശേഷം ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്നത് തൊട്ട് ആ പേഷ്യൻറ്റിൻ്റെ സകല കാര്യങ്ങളും നിങ്ങളുടെ മോണിറ്ററിങ്ങിലായിരിക്കണം. ഈവൻ നേഴ്സുമാരെ പോലും നിങ്ങൾ ചെറിയ രീതിക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് നഴ്സിംഗ് ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്യലല്ല, ആ പേഷ്യൻറ്റിൻ്റെ ആ മെഡിസിൻ, ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ 3 നേരം എഴുതിയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിൽ ആ 3 നേരം കറക്റ്റ് ടൈമിൽ ആ മെഡിസിൻ ആ പേഷ്യൻറ്റിന് പോയിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യുക തന്നെ വേണം. ആ പേഷ്യൻ്റെ സകല കാര്യങ്ങളും, ഒരു പേഷ്യൻ്റ് അല്ല കുറേ പേഷ്യൻസ് നമ്മുടെ അണ്ടറിലുണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ മെഡിസിൻസിനെ പറ്റി അറിഞ്ഞിരിക്കണം, മെഡിസിൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിഞ്ഞിരിക്കണം, അസുഖങ്ങളെ പറ്റിയിട്ട് നന്നായി പഠിച്ചിരിക്കണം, ഡിസീസസിനെ പറ്റിയൊക്കെ കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ ഫാമിലിയിൽ. അപ്പോൾ ഇതാണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോബ്. പിന്നെ വരുന്ന ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റീറ്റെയിൽ ഫാർമസിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ടോ ഫാർമസി സ്റ്റാഫായിട്ട് അതും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ദെൻ മെഡിക്കൽ റൈറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ദെൻ ഫാർമസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റ്, അതായത് സയൻറ്റിഫിക് റിസർച്ചേഴ്സ് ഇല്ലേ, പുതിയ ഡ്രഗ്സ് കണ്ടുപിടിക്കുക, പുതിയ വാക്സിൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ക്ലിനിക്കൽ റിസർച്ചേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു മേജർ റോൾ ഉണ്ട്. ഫാമിലിയുടെ സിലബസിൽ തന്നെ നമ്മൾ ക്ലിനിക്കൽ റിസർച്ച് നമ്മുടെ ഒരു മേജർ പോർഷനാണ്. ഓക്കെ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് നമുക്ക് ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡ്രഗ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഫാർമക്കോ വിജിലൻസിൽ വർക്ക് ചെയ്യാം. ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫാർമക്കോ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ ഡ്രഗ്സിനും എല്ലാ മെഡിസിൻസിനും എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും നമ്മൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണതും മോണിറ്റർ ചെയ്യണതും ഇതൊക്കെ മോണിറ്റർ ചെയ്യണതും ഫാർമക്കോ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഫാർമക്കോ വിജിലൻസിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഫാർമഡിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫാർമഡി പഠിച്ചു കഴിഞ്ഞാൽ. ഹോസ്പിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാം, അതായത് CP. ഓക്കെ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാം. അതല്ല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലോട്ട് കടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ആണ്, ഹോസ്പിറ്റലും നിങ്ങളുടെ ഏരിയ ആണ്. ഓക്കെ, ഇത്രയും വൈഡായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഫാർമഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത്. ഓക്കെ, പിന്നെ കേരളത്തിൽ ഏതൊക്കെ കോളേജസിലാണ് ഫാർമഡി ഉള്ളത് എന്നുള്ളതാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, പക്ഷേ ഇത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോളേജസും ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ജസ്റ്റ് ChatGPT നോക്കിയിട്ട് കുറച്ച് കോളേജസിൻ്റെ പേര് എഴുതിയെടുത്തിട്ടേ ഉള്ളൂ. ഇതിലും കൂടുതൽ കോളേജസിൽ ചിലപ്പോൾ ഉണ്ടോ ഇല്ലയോ, ഐ എം നോട്ട് ഷുവർ. എന്നാലും എനിക്ക് കിട്ടിയ കുറച്ച് കോളേജസിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി ഇൻ കൊച്ചി, പിന്നെ കൊച്ചിൻ സ്കൂൾ ഓഫ് ഫാർമസി ഇൻ ആലുവ, ഇവിടെയൊക്കെയാണ് ഫാർമഡി ഉള്ളതായിട്ട് കണ്ടത്. ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ ജസ്റ്റ് ChatGPT നോക്കിയിട്ട് കിട്ടിയൊരു ലിസ്റ്റാണ്. എനിക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ആ കോളേജസിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഓക്കെ, ദെൻ ഉണ്ടാവും കോഴ്സ് ഉണ്ടാവും, ബട്ട് ഈ പറഞ്ഞ പോലെ ഇതിനേലും കൂടുതൽ കോളേജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, പിന്നെ കോഴിക്കോടാണെങ്കിൽ JSS കോളേജ് ഓഫ് ഫാർമസി, കോഴിക്കോടുള്ളവർക്ക് അറിയുണ്ടാവും JSS കോളേജ് ഓഫ് ഫാർമസി. പിന്നെ നാഷണൽ കോളേജ് ഓഫ് ഫാർമസി, ദേവകിയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ഫാർമസി, ഇവിടെയൊക്കെ ഫാർമഡി കോഴ്സ് ഉണ്ട്. ദെൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അൽ ഷിഫ കോളേജ് ഓഫ് ഫാർമസി, ജാമിയ സലഫിയ കോളേജ് ഫാർമസി കോളേജ്,
ഈ 2 കോളേജസാണ് എനിക്ക് മലപ്പുറത്ത് നിന്ന് കിട്ടിയത്. മലപ്പുറത്ത് നിന്ന് കിട്ടിയതല്ല, ChatGPT നിന്ന് കിട്ടിയത്. ഓക്കെ, പിന്നെ തൃശ്ശൂർ. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള കോളേജസ് സെൻറ്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസി ചാലക്കുടി, ദെൻ നെഹ്റു കോളേജ് ഓഫ് ഫാർമസി പാമ്പാടി, തിരുവല്ലാമല. നെഹ്റു കോളേജിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ദെൻ നിർമ്മല കോളേജ് ഓഫ് ഫാർമസി മൂവാറ്റുപുഴ, എന്താ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനകത്ത് കിടക്കണമെന്ന് എനിക്കറിയില്ല, ChatGPT ചതിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിർമ്മല കോളേജ് ഓഫ് ഫാർമസിക്കകത്ത് ഫാംഡി കോഴ്സ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി തിരുവല്ലയിൽ. ട്രിവാൻഡ്രത്താണെങ്കിൽ എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസി, ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഫാർമസി. ദെൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഗ്രേസ് കോളേജ് ഓഫ് ഫാർമസി, കരുണ കോളേജ് ഓഫ് ഫാർമസി. ഓക്കെ, ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയൊരു ചെറിയ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കോളേജസിൽ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഏതെങ്കിലും കോളേജസ് വിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത്രയുമാണ് കോളേജസ്. അപ്പോൾ ഫാമിലിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഫാമിലി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സിലബസ് പറഞ്ഞുതരാം. ഫാമിലിയുടെ സിലബസ് കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു 5 വർഷമാണ് നമുക്ക് അക്കാഡമിക് ഇയേഴ്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന നിങ്ങളുടെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിക്കും. ദെൻ ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റാണ്. ഫാർമസ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻസ്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിസ്ക്രിപ്ഷൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രിസ്ക്രിപ്ഷൻ എഴുതാനുള്ള റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ ടാബ്ലറ്റ്സിനെ പറ്റി, ക്യാപ്സ്യൂൾസിനെ പറ്റി, സിറപ്സിനെ പറ്റി, അങ്ങനെ എല്ലാ മെഡിസിൻസിനെ പറ്റിയിട്ടും ഉള്ള മെഡിസിൻസിൻ്റെ ഓരോ മെഡിസിനും ഓരോ അസുഖത്തിനുള്ള അങ്ങനെയല്ല, മെഡിസിൻസിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നു. മെഡിസിൻസിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കുന്നു. അതാണ് ഫാർമസ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ മെഡിസിനൽ ബയോ കെമിസ്ട്രി ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന സകല ബയോളജിക്കൽ പ്രോസസ്സസിനെ പറ്റി നമ്മൾ അതിനകത്താണ് പഠിക്കുക. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയും ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഉണ്ട്. അത് ശരിക്കും +1 +2 കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അതിൻ്റെ കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഫാമിലിയിൽ നിങ്ങൾ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയും ഇൻഓർഗാനിക് കെമിസ്ട്രിയും. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ. ദെൻ ഫസ്റ്റ് ഇയറിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണ് ശരിക്കും ഫാമിലി എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ബയോമാത്സ് എടുത്തവരും ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും വേണമെങ്കിൽ ഫാമിലി ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത സ്റ്റുഡൻസ് ബയോളജി പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ റെമഡിയൽ ബയോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. റെമഡിയൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ റെമഡിയൽ ബയോളജി, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പിള്ളേരാണെങ്കിൽ ബയോളജിയുടെ ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ റെമഡിയൽ ബയോളജി എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് റെമഡിയൽ മാത്സ് പഠിച്ചാലും മതി, നമ്മുടെ ചോയ്സാണ് കംപ്ലീറ്റ്ലി. ഇത്രയുമാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന പോർഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫുൾ ബേസിക്സ് ആണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ബേസിക്സ്, മെഡിസിൻസിനെ പറ്റിയുള്ള ബേസിക്സ്, പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിൻ്റെ റൂള്, ഈ വക കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി പഠിക്കുക. പിന്നെ ബേസിക്സ് കുറച്ച് കെമിസ്ട്രിയൊക്കെ പഠിക്കും. പിന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ പാത്തോഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളാണ്. ഓക്കെ, ഡിസീസ് കണ്ടീഷൻസ് ആണ് പാത്തോഫിസിയോളജിക്കകത്ത് നമ്മൾ പഠിക്കുക. പിന്നെ മൈക്രോബയോളജി പഠിക്കും. അതായത് ഫുൾ ഓഫ് കീടാണുക്കളെ പറ്റിയിട്ട്, മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് വരുന്ന ഡിസീസസ്, ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണൈസേഷൻസ്, വാക്സിനേഷൻസ്, ഈ വക കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മൈക്രോബയോളജിയിലാണ്. ദെൻ ഫാർമകോഗ്നോസി ആൻഡ് സൈറ്റോഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെ തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, ദെൻ ഫാർമകോഗ്നോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബൽ മെഡിസിൻസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട്, നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസിനെ പറ്റിയിട്ട്. ഓക്കെ, ഓരോ ചെടികൾ, അത് ഇത് അതിൻ്റെയൊക്കെ ഓരോ മെഡിസിനൽ യൂസസ് ആണ് നമ്മൾ ഫാർമകോഗ്നോസിയിൽ പഠിക്കുക. ദെൻ ഫാർമക്കോളജിക്കകത്താണ് നമ്മൾ സകല ഡ്രഗ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതൊരൊറ്റ വർഷം കൊണ്ട് പഠിച്ച് തീരുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഫാർമക്കോളജി 1 ആണ്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു തേർഡ് ഇയറിൽ പിന്നെ ഫാർമക്കോളജി 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 വർഷമായിട്ടാണ് ഫാർമക്കോളജി നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു സെം അല്ല, ഇയർലി എക്സാം ആണ്. ഓക്കെ, അപ്പോൾ ഫാർമക്കോളജിക്കകത്ത് ഓരോ ഡ്രഗിൻ്റെയും ഡീറ്റെയിൽസ്, ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ ഡ്രഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെഡിസിൻസ് ആണ് കേട്ടോ. ഓക്കെ, ഓരോ മെഡിസിൻ്റെയും കംപ്ലീറ്റ് ആ മെഡിസിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ മെഡിസിൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് അതിൻ്റെ ആക്ഷൻ തുടങ്ങുക, എത്ര മണിക്കൂറാണ് അതിൻ്റെ ആക്ഷൻ നിൽക്കുക, എങ്ങനെയാണ് ആ മെഡിസിൻ എക്സ്ക്രീറ്റഡ് ആയിട്ട് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോവുക, അതിൻ്റെ ആക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് ആ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ വക സകല ഡീറ്റെയിൽസും നിങ്ങൾ ഫാർമക്കോളജി 1 പഠിക്കുന്നു. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി ഫാർമസിയാണ്. കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ ഒരു റീറ്റെയിൽ ഫാർമസി നടത്തണമെങ്കിൽ ഉള്ള റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക.
പിന്നെ ഫാർമക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജി ആയിട്ട് റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ. അതായത് തെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാ ഡിസീസസും നിങ്ങൾ പഠിക്കും. അത് ഈ പറഞ്ഞ തെറാപ്പി 1 ഉണ്ട്, തെറാപ്പി 2 ഉണ്ട് കേട്ടോ. തെറാപ്പി 1 ആണ് സെക്കൻഡ് ഇയറിൽ പഠിക്കുക. അതിനകത്ത് ഈ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡിസീസസിനെയും പറ്റിയും പഠിക്കും. ഓരോ ഡിസീസും പഠിച്ചിട്ട് അതാത് ഡിസീസസിന് നിങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് പഠിക്കുക. അതാണ് തെറാപ്പി. ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ സിംപ്ലി ഡ്രഗ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണു. തെറാപ്പി എന്ന് പറയുമ്പോൾ ഡിസീസിനെ പറ്റിയും പഠിക്കും, ആ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കും, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ അതിനകത്ത് മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മേജർ ഫോക്കസ് വരുന്നത്. സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ ആ ഡിസീസ് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന സർജറി ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സർജറിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് പഠിക്കുക MBBS സ്റ്റുഡൻസാണ്, അത് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ മെഡിസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം വിടും, ഓറൽ മെഡിക്കേഷൻസ് വിടും, ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഫാർമക്കോ തെറാപ്പി 1. അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കുക. സെക്കൻഡ് ഇയറിൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവുക. ഓക്കെ. അതും പേഷ്യൻസിൻ്റെ അടുത്ത് പോവുക, പേഷ്യൻ്റെ കേസ് ഫയൽ ഫുള്ളിരുന്ന് വായിച്ച് കണ്ട് പഠിക്കുക, ഏതൊക്കെ മെഡിസിൻസ് പോയിട്ടുണ്ടെന്ന് പഠിക്കുക, ആ മെഡിസിൻസിനെ പറ്റിയിട്ട് പോയിരുന്ന് പഠിക്കുക. ഇതൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ചെയ്യുക ഹോസ്പിറ്റലിൽ പോയാൽ. ദെൻ തേർഡ് ഇയറിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാർമക്കോളജി 1ൻ്റെ ബാക്കിയായിട്ട് ഫാർമക്കോളജി 2 ഉണ്ടാവും. അതായത് ബാക്കിയുള്ള കുറേ കൂടി ഡ്രഗ്സിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ്, എല്ലാ ഡ്രഗ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഫാർമക്കോളജിയിൽ. ദെൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഉണ്ട്, മെഡിസിനൽ കെമിസ്ട്രി ഉണ്ട്. അനാലിസിസും മെഡിസിനൽ കെമിസ്ട്രി ഒക്കെ ലാബിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ലാബ് റിലേറ്റഡ്, അതായത് മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ലബോറട്ടറി അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അഗെയിൻ നമുക്ക് ഫാർമക്കോ തെറാപ്പി 2 ഉണ്ട്. പിന്നെ ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ലോ ആണ് കംപ്ലീറ്റ്ലി, ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള സകല ലോ ആണ് നമ്മൾ പഠിക്കുന്നത് ജൂറിസ്പ്രുഡൻസിൽ. ഓക്കെ. ഇത്രയുമാണ് തേർഡ് ഇയറിൽ വരാം. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് ഉണ്ട് തേർഡ് ഇയറിൽ. ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് മെഡിസിൻ ഉണ്ടാക്കുക എന്നുള്ളത്. ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത് പഠിക്കും, ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നത് പഠിക്കും, സിറപ്പ് ഉണ്ടാക്കുന്നത് പഠിക്കും, ഇഞ്ചെക്ഷൻസ് ഉണ്ടാക്കുന്നത് പഠിക്കും, ഈവൻ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി തന്നെ പഠിക്കും. ഓക്കെ. അതാണ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ്, ലാബിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. ഓക്കെ. പിന്നെ വരുന്നത് ഫോർത്ത് ഇയറിൽ അഗെയിൻ നമുക്ക് ഫാർമക്കോ തെറാപ്പി 3 ഉണ്ട്. ഓക്കെ. ഫാർമക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസീസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ആ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ സെക്കൻഡ് ഇയറും അത് പഠിക്കും, തേർഡ് ഇയർ പഠിക്കും, ഫോർത്ത് ഇയറും അത് പഠിക്കും. ഓക്കെ. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ഉണ്ട്, ക്ലിനിക്കൽ ഫാർമസി ഉണ്ട്, ബയോസ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് ഉണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി നമ്മൾ പഠിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5th ഇയറിൽ നമുക്ക് ഫാം ഡീൽ ശരിക്കും ക്ലിനിക്കൽ റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ തന്നെ ഒരു ക്ലിനിക്കൽ റിസർച്ച് ചെയ്യും, അക്കാഡമി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു ക്ലിനിക്കൽ റിസർച്ച് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ 4th ഇയറിലുള്ള ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയിലാണ്. എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടേ, നമുക്ക് കുറേ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് 4th ഇയറിൽ നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ച് മെത്തഡോളജിയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ കുറേ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ 4th ഇയറിൽ പഠിക്കും. അതിനുശേഷമാണ് 5th ഇയറിലോട്ട് എത്തുമ്പോൾ നമ്മൾ റിസർച്ച് നടത്തുക, ക്ലിനിക്കൽ റിസർച്ച് നടത്തുക. ഓക്കെ. പിന്നെ ടോക്സിക്കോളജി പഠിക്കുന്നുണ്ട്. ടോക്സിക്കോളജിയിൽ പഠിക്കുന്ന ഫുള്ള് പോയ്സണിങ് കേസസ് ആണ്. ഓക്കെ. പോയ്സണിങ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻസിൻ്റെ ഓവർഡോസ് കാരണം ടോക്സിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ആ വക കാര്യങ്ങളാണ് ക്ലിനിക്കൽ ടോക്സിക്കോളജിക്ക് അകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുക. ഇതൊക്കെയാണ് 4th ഇയറിൽ പഠിക്കുക. ഓക്കെ. ഇനി ലാസ്റ്റ് അക്കാഡമിക് ഇയർ ആണ് 5th ഇയർ. എനിക്ക് 5th ഇയറിൽ ഞാൻ പറഞ്ഞു നമുക്ക് മേജർ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ റിസർച്ചാണ്. ഓക്കെ. നമ്മളൊരു ക്ലിനിക്കൽ റിസർച്ച് നടത്തും, ഒരു 6 മാസത്തെ ഒരു ക്ലിനിക്കൽ റിസർച്ച് നടത്തുക. അതാണ് നമ്മുടെ പ്രോജക്റ്റ് 5th ഇയറിലെ. അത് പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലിനിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് 5th ഇയറിലെ മെയിൻ കാര്യം. അതിൻ്റെ കൂടെ ഫാർമക്കോ എപ്പിഡെമിയോളജി ആൻഡ് ഫാർമക്കോ എക്കണോമിക്സ് ഒക്കെ പഠിക്കും. അതായത് കോസ്റ്റ് അനാലിസിസ് ഒക്കെ ഡ്രഗ്സിൻ്റെ, പിന്നെ ഓരോ പോപ്പുലേഷനിലുമുള്ള ഓരോ അസുഖങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഡ്രഗ്സിനെ പറ്റിയും ഡിസീസസിനെ പറ്റിയും പഠിക്കുന്നതാണ് ഫാർമക്കോ എപ്പിഡെമിയോളജി ആൻഡ് ഫാർമക്കോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ TDM, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്, അതായത് ഡോസിങ് ഒക്കെയാണ് നമ്മൾ ഡോസ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ആ സബ്ജക്റ്റിനകത്ത് പഠിക്കുക. അതായത് ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യത്തേ ഉള്ളൂ, ഇന്ന ഡ്രഗ് ഇന്ന ഡോസിലാണ് ഇഞ്ചക്ഷനായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ നീഡ്സും ഇതും കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ അത് ഡൈല്യൂഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ നഴ്സുമാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈല്യൂഷൻ വരുന്നത്, ഇത്ര വെച്ചിട്ട് ഇത്ര മണിക്കൂർ ഇടവിട്ട് പോകണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ അത് പോകണം, അങ്ങനെയൊക്കെ നമ്മൾ ഡൈല്യൂഷൻ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ നഴ്സിനോട് പറയണം.
അതിനനുസരിച്ചാണ് പിന്നെ അവർ അഡ്മിനിസ്റ്റർ ചെയ്യുക മെഡിസിൻ. അതാണ് TDMനകത്ത് നമ്മൾ പഠിക്കുന്ന ഫുള്ള്. ഡോസ് കാൽക്കുലേഷൻസ് ആണ് ഫുള്ള്. യെസ്. പിന്നെ ഫൈനലി 6th ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പഠിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 5th ഇയറിലാകെ 3 സബ്ജക്റ്റ് പഠിക്കാനുള്ളൂ, പഠിച്ച് പാസ്സാവാനുള്ളൂ. 6th ഇയറിൽ കംപ്ലീറ്റ്ലി ഇൻറ്റേൺഷിപ്പാണ്, ഹോസ്പിറ്റൽ പ്രാക്ടീസാണ് കംപ്ലീറ്റ്ലി. ഈ ഹൗസ് സർജൻസിനെ പോലെ തന്നെ കംപ്ലീറ്റ് പേഷ്യൻ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ്. പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടേഴ്സിന് കൂടെ റൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, മോർണിംഗ് ആൻഡ് ഈവനിങ് ഒക്കെ റൗണ്ട്സ് ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പേഷ്യൻറ്റിൻ്റെ കേസ് ഫോംസും കേസ് ഷീറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്താ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ പേഷ്യൻ്റ് കൗൺസിൽ, അതായത് ഡിസ്ചാർജ്, അതൊരു മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ നിങ്ങൾ ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവില്ല. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കില്ലേ, അത് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കിടന്നപ്പോൾ പോയായിരുന്ന മെഡിസിൻസിൻ്റെ ബാക്കി പത്രം, അല്ലെങ്കിൽ ആ മെഡിസിൻസായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട മെഡിസിൻസ് എല്ലാം ഡിസ്ചാർജ് സമ്മറിയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ടോ, കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് എല്ലാം, അവർ ഡിസ്ചാർജ് സമ്മറിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് എല്ലാം കറക്റ്റ് സ്പെല്ലിങ്ങും അതിൻ്റെ ഡോസും എത്ര നേരം വീതം കൊടുക്കണം, എങ്ങനെ കഴിക്കണം, ഇതെല്ലാം കറക്റ്റായിട്ടുണ്ടോ, കറക്റ്റാണോ, ഡോസും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്ത ശേഷം വേണം ആ പേഷ്യൻറ്റിന് ആ ഡിസ്ചാർജ് സമ്മറി എത്താൻ. ഓക്കെ, നമ്മുടെ കയ്യിലൂടെ വേണം ഡിസ്ചാർജ് സമ്മറി പേഷ്യൻറ്റിൽ എത്താൻ. ഇത് നിങ്ങൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ തൊട്ടിട്ട് ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുന്ന വരെയുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ സർവൈലൻസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫാംഡിയുടെ കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജോബ്. ഞാൻ പറഞ്ഞു, അക്കാഡമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, സിലബസ് പറഞ്ഞു, വർക്ക് പറഞ്ഞു, പിന്നെന്താ ഏതൊക്കെ കോളേജസിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഫാംഡി. ഇനി പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോവേണ്ട രീതികൾ, അല്ലെങ്കിൽ പുറത്തേക്ക് നമുക്ക് എങ്ങനെയൊക്കെ പോവാം, പുറത്തുള്ള സ്കോപ്പ്, പുറത്തെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിലോട്ടോ യൂറോപ്യൻ കൺട്രീസിലോട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടാവുക. അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം, ബിക്കോസ് അത് തന്നെ വലിയൊരു ടോപ്പിക്കാണ്. GCC കൺട്രീസിലോട്ട് പോകണമെങ്കിൽ, അതായത് ഗൾഫ് കൺട്രീസിലോട്ട് പോകണമെങ്കിലും നിങ്ങൾക്ക് എക്സാംസ് എഴുതി പാസ്സാവണം. യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സാം എഴുതി പാസ്സാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ചില കൺട്രീസിൽ എക്സ്പീരിയൻസ് ചോദിക്കും, മിക്കവാറും കൺട്രീസിൽ ചോദിക്കാറുണ്ട് എക്സ്പീരിയൻസ്, 1 year or 2 year എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും. ചിലയിടത്ത് എക്സാം എഴുതി ക്ലിയർ ചെയ്താൽ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഞാൻ ഓരോ കൺട്രീസിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.